തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ കേസിൽ വളരെ നിർണായകമായ അന്വേഷണം പുരോഗമിക്കുകയാണ്. കേസിലെ പ്രതി അനീഷയെ വീട്ടിൽ എത്തിച്ചു. അവിടെ അസ്ഥി കണ്ടെത്തി. ഇപ്പോൾ പോലീസ് ഫോറൻസിക് വിഭാഗമാണ് വീട്ടിൽ പരിശോധന തുടരുന്നത്. MS ലിഷോയ് ഉണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, നാടിനാകെ ഞെട്ടിച്ചൊരു സംഭവമാണ്. ഇപ്പോൾ അസ്ഥി തെളിവായി കണ്ടെത്തുന്നത്. ശാസ്ത്രീയമായ തെളിവുകൾ ആവശ്യമായ വളരെ അത്യാവശ്യമായ കേസിലാണ് ഇപ്പോൾ വളരെ നാടകീയമായ അന്വേഷണവും വെളിപ്പെടുത്തലും ഒക്കെ പുരോഗമിക്കുന്നതിന് ഇടയിൽ വീട്ടിൽ നിന്ന് അസ്ഥി കണ്ടെത്തുന്നത്. അപ്പോൾ പോലീസിന് മതിയായ തെളിവ് ലഭിച്ചു എന്ന് ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നുണ്ടോ? അതായത് ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം ഇവിടേക്ക് എത്തുകയും ഇവിടെ ആ കുഞ്ഞിനെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ് കാണിച്ചു നൽകിയ ആ സ്ഥലത്ത് കുഴിച്ചു നൽകുകയും അങ്ങനെ കുഴിച്ചു നോക്കുകയും പിന്നീട് കുഞ്ഞിൻ്റെ അസ്ഥി അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞിൻ്റെ അസ്ഥിയുടെ ഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തി. അവിടെയുള്ള മണ്ണ് പോലീസ് ഉദ്യോഗസ്ഥർ ശേഖരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഇവിടെയുള്ള മറ്റ് സാഹചര്യ തെളിവുകളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ഈ സംഘം ഈ ഭവിൻ്റെ വീട്ടിലേക്ക് പോകും. ഭവിൻ്റെ വീട്ടിലും പരിശോധന നടത്തേണ്ടതുണ്ട്. രണ്ടിടങ്ങളിലായി 2 കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ടു എന്നുള്ളതാണ് ഈ അനീഷയും അതിനോടൊപ്പം തന്നെ ഈ ഭവിനും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ 2 വീടുകളിലും ഈ കുഴിച്ചിട്ട ഇടങ്ങളിലുമാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ വീട്ടിൽ കുഴിച്ചിട്ടു എന്നുള്ള മൊഴിയെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കുഞ്ഞിന്റെ മരണം അത് കൊലപാതകമാണ് എന്ന് ഇന്നലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ റൂറൽ SP ആണ് എന്ന് തോന്നുന്നു, അദ്ദേഹം തന്നെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ആദ്യ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ടും കൂടുതൽ സ്ഥിരീകരണങ്ങളിലേക്ക്, സംശയങ്ങൾ അതിനെ ദൂരീകരിക്കുന്ന തരത്തിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ടോ? പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം ഇന്നുണ്ടായിട്ടുണ്ടോ ലിഷോയ്? ഇന്ന് ഉണ്ടായിട്ടില്ല, പക്ഷേ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൃത്യമായി പറഞ്ഞത് ആദ്യത്തെ കുഞ്ഞ് മരിച്ചത് പൊക്കിൾക്കുടി കഴുത്തിൽ കുടുങ്ങിയാണ് എന്നുള്ളതാണ് നേരത്തെ മൊഴി നൽകിയിരുന്നത്. പക്ഷേ അക്കാര്യം പോലീസ് വിശ്വസിച്ചിട്ടില്ല. കുഞ്ഞ് പ്രസവിച്ച ശേഷം കരഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ വായും മുഖവും പൊത്തിപ്പിടിച്ചതാകാം എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. അതുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണങ്ങളൊക്കെ തന്നെ നടത്തുമെന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഒരു സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ അസ്ഥി കണ്ടെത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ കുഞ്ഞിനെയും കൊലപ്പെടുത്തിയതാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവിടെ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ DYSP ഉൾപ്പെടെയുള്ള സംഘം അല്പസമയത്തിനകം എന്തായാലും പ്രതികരിക്കുകയും ചെയ്യും. ലിഷോയ്, ആ സ്ഥലത്തേക്ക് നീങ്ങും. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരികയാണ്. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രതികരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കാൻ പോവുകയാണ്. ലിഷോയ്, സമയമെടുത്ത് അവിടേക്ക് അവിടെ എത്തി ആ പ്രതികരണം നമുക്ക് കേൾക്കാം. വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ റൂറൽ SP യുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കിയുള്ള കേസുകൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ബാക്കി നടപടി ചെയ്യുന്നുണ്ട്. ഇൻക്വസ്റ്റ് കാര്യങ്ങൾ നടന്ന് ഇപ്പോൾ പോവാണ്. ഇനി അടുത്ത സൈറ്റിൽ പോവാണ്. DNA പരിശോധനയാണ്. അതെ, ഇനി ഫർദർ നടപടികളുണ്ടാവും. കേസിന്റെ അന്വേഷണ ഭാഗമായുള്ള മറ്റു നടപടികൾ ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അതോ ഇപ്പം നേരം അങ്ങോട്ട് പോകണം. അടുത്ത സൈറ്റിൽ പോകണം. അതെ, ടീം അവിടെ പോകണം. ഈ കുഞ്ഞിൻ്റെ അസ്ഥി കിട്ടിയ കാര്യം ഇപ്പോൾ DYSP ആണ്, ചാലക്കുടി DYSP ആണ് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് ഇപ്പോൾ പോലീസ് സംഘവും ഫോറൻസിക് സംഘവും പോവുകയാണ്. അതായത് ഈ ഭവിൻ്റെ വീട്ടിലാണ് രണ്ടാമത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ 2021 അകലെയാണോ? എങ്ങനെയാണ് അവിടെ മൃതദേഹം എത്തിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ പോലീസിന്? അക്കാര്യം ഈ യുവതി ഭവിനും പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ഈ പ്രസവശേഷം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി സഞ്ചിയിലാക്കി പിന്നീട് ഇവിടെ നിന്നും സ്കൂട്ടറിലാണ് ഭവിൻ്റെ വീട്ടിൻ്റെ പരിസരത്തേക്ക് പോയതും ഭവിന് കൈമാറിയതും എന്നുള്ളതാണ് പോലീസിന് നേരത്തെ തന്നെ ഈ യുവതി നൽകിയിരിക്കുന്ന മൊഴി. അത് ഇവിടെ നിന്നും ഇതിപ്പോൾ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം അതായത് ഈ ഒന്നാമത്തെ സംഭവം നടന്നത് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. രണ്ടാമത്തെ സംഭവം അതായത് ഭവിൻ്റെ വീടുള്ളത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഈ 2 വീടുകളും തമ്മിൽ ഏകദേശം 10 കിലോമീറ്ററോളം തന്നെ വ്യത്യാസമുണ്ട്, ദൂരമുണ്ട്. ഏകദേശം അരമണിക്കൂറോളം യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും അവിടേക്കാണ് ഇപ്പോൾ ഈ പോലീസ് സംഘവും ഫോറൻസിക് സംഘവും ഭവിന്റെ വീട്ടിലേക്ക് കൂടി പോവുകയാണ്. യുവതിയുടെ വീട്ട് പരിസരത്ത് നടത്തിയ തിരച്ചിലാണ്
പരിശോധനയിലാണ്. ഇപ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും സംയുക്തമായി, പോലീസിന്റെ തന്നെ ഫോറൻസിക് വിഭാഗമാണ്, സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ അസ്ഥി കണ്ടെത്തിയിരിക്കുന്നത്. മരണം സ്ഥിരീകരിക്കുന്നു. 2 നവജാത ശിശുക്കൾ മരിച്ചിട്ടുണ്ട്. അതിലൊന്ന് കൊലപാതകമാണ് എന്ന് പോലീസ് നേരത്തെ തന്നെ ഉറപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ കുട്ടിയുടെ മരണം അത് കൊലപാതകമാണ് എന്ന കാര്യത്തിലുള്ള അന്വേഷണം കൂടി നടക്കുകയാണ്. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമുള്ള അന്വേഷണം തുടരുകയാണ്. MS ലിഷോയാണ് അവിടെ നിന്ന് തത്സമയ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകിയത്.